ഇന്നത്തെ പ്രധാന വാർത്തകൾ. മഞ്ചേരി സ്വദേശി വ്യാവസായിക പ്രമുഖൻ ദേവരാജൻ നായർ അന്തരിച്ചു. വയസ്സ് 52 ഗ്രീൻലാൻഡ് ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. കണ്ടില്ലേ മഹേഷേ, എത്ര ഗംഭീരായിട്ടാ വാർത്ത വന്നിരിക്കണത്. എന്താടാ, അയാൾക്കിട്ട് നീ വല്ല പണിയും പണിതോ? നമ്മുടെ നാട്ടിലെ വ്യാവസായിക പ്രമുഖൻ ദേവരാജൻ മുതലാളി പടായിന്ന്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. സൂരജിൻ്റെ ഈ ചളിയൊന്നും കേട്ടിട്ടും ഒരു വികാരവുമില്ലാതെ ഇരിക്കുന്ന മഹേഷിനെ നോക്കിക്കൊണ്ട് സൂരജ് പറഞ്ഞു, എന്തു പറ്റി രമണ, നിന്റെ മുഖത്തൊരു മ്ലാനത? അയാൾ മരിച്ചില്ലേ? നീ ഇനി സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അയാൾ ചത്താലും ജീവിച്ചാലും എനിക്ക് നഷ്ടമായതൊന്നും തിരിച്ചു വരില്ല. ശ്രീകുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ ചങ്ക് പിടയുകയാണ് സൂരജെ. 8 മാസങ്ങൾക്ക് മുമ്പ്. എൻ്റെ ശ്രീകുട്ടി, നീ എന്താ ഈ പറയുന്നേ? 10ൽ നിനക്ക് ഫുൾ A+ അല്ലേ കിട്ടിയത്? എന്നിട്ടും +2 പോവാതെ ഏതോ തുണിക്കടയിൽ സെയിൽസ് ഗേളായി പോകുന്നത്. നിനക്ക് ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ? സ്വന്തമായി ഒരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കണം. ഞാൻ നിന്നെ പഠിപ്പിക്കാം പെണ്ണേ. ബസ്സിൽ നിന്നും എനിക്ക് അത്യാവശ്യം പണം കിട്ടുന്നുണ്ട്. പിന്നെ വൈകിട്ട് നാരായണൻ ചേട്ടൻ്റെ ഓട്ടോ അടിച്ചാൽ അധികം പണം ലഭിക്കും. ഞാൻ നിന്നെ പഠിപ്പിക്കാം, മഹേഷ് താണുകയാണ് പറഞ്ഞു. അവൻ്റെ സംസാരം കേട്ടിട്ട് ശ്രീകുട്ടി ഒരു കൗതുകത്തോടെ അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. എന്നെ പഠിപ്പിക്കാനോ? വെറുതെയല്ല, മഹിയേട്ടൻ മണ്ടനാണ് എന്ന് എല്ലാവരും പറയണത്. മഹിയേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയുണ്ട്, കെട്ടിക്കാറായ 2 ചേച്ചിമാരുണ്ട്, സ്വന്തമായ ഒരു വീട് പോലും പണിതിട്ടില്ല. മഹിയേട്ടൻ്റെ അച്ഛൻ വാങ്ങിച്ച കടം തന്നെ മുഴുവൻ തീർന്നിട്ടില്ല. അതിനിടയിലാണ് ഈ അനാഥ പെണ്ണിനെ പഠിപ്പിക്കണത്. നല്ല കാര്യം തന്നെ. ആളുകൾ കേട്ടാൽ ചിരിച്ചു കളയും. മുഖത്തെ ദുഃഖം മറച്ചു പിടിച്ച് ചിരിച്ചുകൊണ്ട് അവൾ മഹേഷിൻ്റെ മുഖം അവളുടെ കൈക്കുമ്പിളിലെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പഠിത്തം അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല, 1 വർഷത്തേക്ക് നീട്ടിവെച്ചു എന്ന് മാത്രം. മാമന് വലിയ വരുമാനമൊന്നുമില്ല. മാമൻ്റെ കുട്ടികളെയും എന്നെയും പഠിപ്പിക്കാൻ അവർക്ക് വരുമാനമില്ലെന്നാ അമ്മായി പറഞ്ഞത്. അതുകൊണ്ട് ഈ വർഷം മേലെടുത്ത് ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായി ജോലിക്ക് പോയിട്ട് അടുത്ത വർഷം +1 ചേരാം എന്നാ അമ്മായി പറയണത്. എൻ്റെ ശമ്പളത്തിൽ നിന്നും 1 രൂപ പോലും അവർക്ക് വേണ്ടത്രേ. പിന്നെ നടക്കാനുള്ള വഴിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ബസ് കാശും ലാഭിക്കാം. വീട്ടിൽ നിന്നും ചോറ് കൊണ്ടുപോകുന്നത് കാരണം ഭക്ഷണത്തിൻ്റെ കാശും ലാഭിക്കാം. ദേവരാജൻ മുതലാളിയെ പോയി കണ്ടപ്പോൾ ട്രെയിനി ആയിട്ട് പോലും 15,000 രൂപ തരാം എന്നാ പറഞ്ഞത്. കിട്ടുന്ന കാശ് ചിട്ടി ചേർന്നാൽ 1 വർഷം കഴിയുമ്പോൾ നല്ലൊരു തുക കിട്ടും. എനിക്ക് നല്ല മാർക്കുള്ളത് കൊണ്ട് ഗവൺമെൻറ് സ്കൂളിൽ തന്നെ +2 ചേരാം. അപ്പോൾ അധികം കാശൊന്നും ചെലവാകില്ല. പിന്നീട് ഉപരിപഠനത്തിനും ആ കാശ് ഉപയോഗിക്കാം. അതല്ലേ മഹിയേട്ടാ നല്ലത്? നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണത് എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് ജോലിക്ക് പോയ പെണ്ണാ. പിന്നെ ഞാൻ അവളെ കാണുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ്. ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത നിലയിൽ മുഖമെല്ലാം മാന്തി പൊളിച്ചു കടിച്ചു പറിച്ച്. വെറും 16 വയസ്സുള്ള ഒരു കിളുന്ത് പെൺകുട്ടിയല്ലേ അവള്. അവളെയാണ് ആ ചെന്നായ കടിച്ചു പറിച്ചത്. അയാളുടെ മകളേക്കാൾ എത്രയോ ചെറുതാണവൾ. എന്നിട്ടും അവളെ ആ നായയെ എനിക്ക് കൊല്ലാൻ പറ്റിയില്ലെന്ന ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. സൂരജെ, നിനക്കറിയോ അവൾ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണ് എന്ന്? നിറഞ്ഞു വന്ന കണ്ണുനീർ സൂരജ് കാണാതിരിക്കാൻ വേണ്ടി മുഖം തിരിച്ചു 2 കണ്ണുകളും ഇറുക്കിയടച്ചു. മഹേഷേ, പിന്നെ നീ അവളെ കാണാൻ പോയില്ലേ? ഞാൻ ആരെ കാണാനാണ് പോകേണ്ടത്? പറയ് സൂരജ്. എന്നെ തിരിച്ചറിയാത്ത അവളെയോ? മഹിയേട്ട എന്ന് വിളിച്ച് എൻ്റെ പിന്നാലെ നടന്നിരുന്ന എൻ്റെ ശ്രീകുട്ടി മരിച്ചു. ഇപ്പോഴുള്ളത് അവളുടെ വെറും രൂപം മാത്രമാണ്. ഇതേ സമയം മറ്റൊരിടത്ത്, കൊച്ചമ്മേ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. സാറിന് അത്രയേ വിധിയുള്ളൂ എന്ന് കരുതുകയല്ലാതെ നമ്മൾ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കെട്ടിത്തൂങ്ങാൻ മാത്രം സാറിന് എന്ത് വിഷമം ഉണ്ടായിരുന്നോ ആവോ? കൊച്ചമ്മേ, കുഞ്ഞിനെ കൊണ്ടുവരാൻ കാറ് വിട്ടിട്ടുണ്ട്. കൊച്ചമ്മ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ ശരിയാകില്ല. കുഞ്ഞു വരുമ്പോൾ കുഞ്ഞിന് ധൈര്യം കൊടുക്കേണ്ടത് കൊച്ചമ്മയാണ്. അല്ലെങ്കിൽ കുഞ്ഞ് തളർന്നു പോകും. ഇന്നലെ 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ്
എത്ര സന്തോഷത്തോടു കൂടിയാണ് സാറ് കൊടൈക്കനാലിലേക്ക് പോയത്. ആത്മഹത്യയാണോ ഇനി മറ്റു പലതും ആണോ എന്ന് ആർക്കറിയാം. എൻ്റെ ദൈവമേ, കർമ്മഫലം അല്ലാണ്ട് എന്താ പറയുക. ദേവരാജൻ മുതലാളിയുടെ ഭാര്യ ആനിയോട് ഇത്രമാത്രം പറഞ്ഞ് ദേവരാജൻ്റെ കാര്യസ്ഥൻ രാമൻകുട്ടി പുറത്തേക്ക് പോയി. രാമൻകുട്ടിയുടെ വാക്കുകൾക്ക് ഒന്നും ഒരു മറുപടിയും കൊടുക്കാതെ നിർവികാരതയോടുകൂടി ഒന്നും മിണ്ടാതെ ആനി മുറിയിലേക്ക് പോയി. അവിടെ ഫ്രെയിം ചെയ്തു വെച്ചിരുന്ന ദേവരാജൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിയ ശേഷം ആനി പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീര് വന്നാൽ ഒരു ദൈവങ്ങളും എന്നോട് പൊറുക്കില്ല. അത്രയ്ക്ക് നീചനായിരുന്നു നിങ്ങൾ, അത്രയ്ക്ക് ദുഷ്ടനായിരുന്നു. ആനി പഴയ ഓർമ്മകളിലേക്ക് പോയി. എന്താ ദേവേട്ട, മോൾക്ക് ടൂറ് പോകാൻ കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞത്? ഇത്രയും വലിയ പണക്കാരൻ്റെ മകളാണ്. പക്ഷേ ഒരു സ്വാതന്ത്ര്യവും ആ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്നില്ല. ഹോസ്റ്റലിൽ കൊണ്ടു നിർത്തി അടച്ചിട്ട് വളർത്തുകയാണ്. എന്താ നിങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ മോൾ അറിയുമെന്ന് കരുതിയാണോ? എന്താടി നമ്മുടെ മകൾക്കൊരു കുഴപ്പം? നല്ല ആഹാരം, നല്ല ഭക്ഷണം, പഠിക്കാൻ പറ്റിയ അന്തരീക്ഷം എല്ലാം കൊടുക്കുന്നില്ലേ അവൾക്ക്? ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ലേ അവൾ പഠിക്കണത്? എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ അവൾക്കല്ലേ? അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കാനുള്ള കാശ് ഞാൻ ഹോസ്റ്റലിൽ അടച്ചിട്ടുണ്ട്. അധികം കാശ് പെൺകുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ അവർക്ക് പല വേണ്ടാധീനവും തോന്നും. ടൂറൊന്നും പോവണ്ട, കണ്ടവരുടെ കൂടെ അഴിഞ്ഞാടി നടക്കാനല്ലേ. ഇനി വീട്ടിലേക്ക് വരണം എന്നാണെങ്കിൽ ഇവിടുന്ന് കാർ അങ്ങോട്ടയക്കും. അത്ര സുരക്ഷിതമായിട്ടാടി ഞാൻ എൻ്റെ മകളെ താമസിപ്പിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ആനിക്ക് ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ അഴിഞ്ഞാടി നടക്കുന്നതോ? അതിനൊരു കുഴപ്പവുമില്ലേ? മറ്റുള്ളവരുടെ മക്കൾക്കെന്താ സുരക്ഷിതത്വം വേണ്ടേ? എത്ര പാവപ്പെട്ട കിളുന്ത് പെൺകുട്ടികളെയാ നിങ്ങൾ പിച്ചി ചീന്തിയിട്ടുള്ളത്. അവർക്കെന്താ അഭിമാനമില്ലേ? നമ്മുടെ മകളേക്കാൾ പ്രായം കുറഞ്ഞ 15ഉം 16ഉം വയസ്സുള്ള എത്ര പെൺകുട്ടികളുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു. അവരുടെയൊക്കെ ശാപം നിങ്ങളുടെ തലയിലുണ്ട്. ഇത് കേട്ടപ്പോൾ ദേവരാജന് ദേഷ്യം വന്നു. അയാൾ കൈവീശി ആനിയുടെ മുഖത്തടിച്ചു. ശപിക്കുന്നോടി ചൂലേ, എൻ്റെ പണം കൊണ്ട് തിന്നുകൊടുത്തിട്ട് ഇപ്പോൾ അവൾക്ക് എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കഴപ്പ് തുടങ്ങി. നിനക്കത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഇറങ്ങിപ്പോടി മോളെ. എന്നെ ഉപേക്ഷിച്ചെന്നാൽ നിന്റെ ഇച്ചായനില്ലേ ആ വില്ലേജ് ഓഫീസർ, അയാൾ രണ്ടും കൈ നീട്ടി നിന്നെ സ്വീകരിക്കുമായിരിക്കും. ഇറങ്ങിപ്പോടി. നീ വലിയ പുണ്യാളത്തിയൊന്നും ആകണ്ട. 18 വയസ്സിൽ എൻ്റെ തലയിൽ തൂങ്ങി ഇറങ്ങി വന്നവളല്ലേ നീയെ. നിന്റെ തന്ത ആ പലിശക്കാരൻ വർഗീസ് മരിച്ചപ്പോൾ വരെ നീ പോയില്ലാലോ. നിന്റെ സ്വഭാവം കിട്ടാതിരിക്കാൻ വേണ്ടിയാടി ഞാൻ എൻ്റെ മോളെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കണത്. പിന്നൊരു കാര്യം, എന്നെ അനുസരിച്ച് ഇവിടെ ജീവിക്കാമെങ്കിൽ നിനക്ക് മഹാറാണിയെ പോലെ ജീവിക്കാം. പിന്നൊരു കാര്യം കൂടി പറഞ്ഞേക്കാം, ഞാൻ എങ്ങനെ ജീവിക്കുന്നു, ആരുടെ കൂടെയൊക്കെ പോകുന്നു, ഇതൊന്നും നീ അന്വേഷിക്കണ്ട. ഞാൻ പറഞ്ഞതനുസരിച്ചാൽ അമ്മയ്ക്കും മോൾക്കും കൊള്ളാം, ദേവരാജൻ വാശിയോടെ പറഞ്ഞു. അതെ, 18 വയസ്സിൽ ഒന്നും അറിയാത്ത പ്രായത്തിൽ നിങ്ങളുടെ സ്നേഹം സത്യമാണെന്ന് ഞാൻ കരുതി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ചു, സ്വന്തം മതം ഉപേക്ഷിച്ചു. ക്രൂരനായ നിങ്ങളെ മനസ്സിലാക്കാൻ എനിക്കന്ന് കഴിഞ്ഞില്ല. അതെൻ്റെ തെറ്റ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനോ മരിക്കാനോ പേടിയുണ്ടായിട്ടല്ല, എൻ്റെ മകളെ ഓർത്തു മാത്രമാണ് നിങ്ങളുടെ ക്രൂരതകൾ സഹിച്ച് ഞാൻ ഇവിടെ ജീവിക്കണത്. ഇത്രയും പറഞ്ഞിട്ട് ആനി ആ മുറി വിട്ടു പോയി. ആനി പോയ വഴിയെ നോക്കി നിന്ന ദേവരാജൻ്റെ ചുണ്ടിൽ ഒരു ക്രൂരമായ പുഞ്ചിരി വിടർന്നു. ഇതേ സമയം മറ്റൊരിടത്ത്. മിനി, നീ അറിഞ്ഞോ? എന്താ മാധവേട്ട? ആ ചെന്നായ ആത്മഹത്യ ചെയ്തെന്ന് മാധവൻ പറയുന്നത് കേട്ട് മിനി ഒന്നും മനസ്സിലാക്കാത്തതുപോലെ മിഴിച്ചു നിന്നു. എടീ, ദേവരാജൻ ആത്മഹത്യ ചെയ്തെന്നാ കേൾക്കണത്. ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് മാധവൻ പറഞ്ഞു. ഹേ, അയാൾ ആത്മഹത്യ ചെയ്തോ? മിനി വിശ്വാസം വരാത്ത രീതിയിൽ ചോദിച്ചു. അതെ, നീ പേപ്പറൊന്ന് നോക്കിയേ. അയാൾ പത്രം നിവർത്തിപ്പിടിച്ച് മിനിക്ക് കാണിച്ചു കൊടുത്തു. നമ്മുടെ ശ്രീകുട്ടിയോട് ചെയ്തതിന് ദൈവം കൊടുത്ത ശിക്ഷയാ. അതുപോലെ എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതം അയാൾ നശിപ്പിച്ചിട്ടുണ്ട്. മിനി പത്രത്തിലെ വാർത്ത നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഈ വിവരം ശ്രീകുട്ടിയോട് പറയട്ടെ എന്ന് പറഞ്ഞ് മിനി പത്രവും കൊണ്ട് ശ്രീകുട്ടിയുടെ അടുത്തേക്ക് പോയി. ഞാനും വരാം എന്ന് പറഞ്ഞ് പിന്നാലെ മാധവനും പോയി.
മുറിയുടെ ഒരറ്റത്ത് ജനാലയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ശ്രീകുട്ടി. അപ്പോൾ മോളെ ശ്രീകുട്ടി, മാധവൻ വിളിച്ചു. നീ ഈ വാർത്ത നോക്കിയേ. തിളക്കം നഷ്ടപ്പെട്ട കണ്ണുകളാൽ വിജയനതയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ശ്രീകുട്ടി. മാധവനും ഇനിയും വന്നതൊന്നും ശ്രീകുട്ടി അറിഞ്ഞില്ല. ശ്രീകുട്ടി എന്ന് തട്ടി വിളിച്ചപ്പോഴാണ് അവൾ അവരുടെ മുഖത്തേക്ക് നോക്കിയത്. ആകെ ക്ഷീണിച്ച് മുഖത്തെ പ്രസരിപ്പ് നഷ്ടപ്പെട്ട് ജീവനില്ലാത്ത ഒരു രൂപം മാത്രമായിരുന്നു ശ്രീകുട്ടി. പത്രത്തിൽ ദേവരാജൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അത്ര നേരവും നിശ്ചലമായിരുന്ന കണ്ണുകൾ വിടർന്നു. പെട്ടെന്ന് ആ കണ്ണുകളിൽ തിളക്കം വെച്ചു. ചുണ്ടുകളിൽ ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. ശ്രീകുട്ടിയുടെ മനസ്സ് പഴയ ഓർമ്മകളെ തേടിപ്പോയി. അന്ന് വൈകിട്ട് 5 മണിയായി. കടയിൽ നിന്നും ശ്രീകുട്ടി പോകാൻ ഇറങ്ങി. അപ്പോഴാണ് സൂപ്പർവൈസർ ചേച്ചി വന്നു പറയുന്നത്, ശ്രീകുട്ടി, നിനക്ക് ഗോഡൗണിൽ പോയി കുറച്ച് കിഡ്സിൻ്റെ ഡ്രസ്സുകൾ എടുത്ത് കൊണ്ടുവരണം. അയ്യോ ചേച്ചി, സമയം കുറേ ആയില്ലേ. നേരം വൈകിയാൽ ഞാൻ പോകുന്ന വഴിയിലൊക്കെ ഇരുട്ട് വന്ന് മൂടും. അത് സാരല്ലേ ശ്രീകുട്ടി, നിന്റെ വീട് ഇവിടെ അടുത്തല്ലേ. അതുകൊണ്ട് മുതലാളിയാ പറഞ്ഞത് ശ്രീകുട്ടിയെ ഗോഡൗണിൽ അയച്ചാൽ മതിയെന്ന്. ഇനി വൈകിയാൽ സാറിൻ്റെ ഡ്രൈവർ കാറിൽ കൊണ്ടു ചെന്നാക്കും. അങ്ങനെയാണ് ഇവിടുത്തെ പതിവൊക്കെ. നീ ഏതായാലും ഗോഡൗണിലേക്ക് ചെല്ല്. ഇത് കേട്ട് ശ്രീകുട്ടി ചോദിച്ചു, അപ്പോൾ ചേച്ചി വരുന്നില്ലേ? ഞാൻ നിന്റെ പിന്നാലെ വരാം. എനിക്ക് അക്കൗണ്ട് സെക്ഷനിൽ പോകേണ്ട കാര്യമുണ്ട്. ശരി ചേച്ചി. ശ്രീകുട്ടി ഗോഡൗണിലേക്ക് പോയി. തുണിക്കടയുടെ ബാക്ക് വശത്ത് കുറച്ചു മാറിയാണ് ഗോഡൗൺ. അവിടെ പോയി കിഡ്സിൻ്റെ സെക്ഷനിലെ ഡ്രസ്സുകളെല്ലാം ഒതുക്കി വയ്ക്കുകയായിരുന്നു ശ്രീകുട്ടി. സാധാരണ അവിടെ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടാകാറുണ്ട്. അന്ന് അവിടെ കണ്ടില്ല. പെട്ടെന്ന് പിന്നിൽ ആരോ നിൽക്കുന്നത് എന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് ശ്രീകുട്ടി തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൾ ഞെട്ടിപ്പോയി. എന്താ മുതലാളി ഇവിടെ? ശ്രീകുട്ടി ചോദിച്ചു. ഒന്നുമില്ല മോളെ, നിന്നെ ഒന്ന് സഹായിക്കാമെന്ന് കരുതി. പഠിക്കാൻ മിടുക്കിയാണല്ലോ നീ ഇവിടെ വന്ന് കഷ്ടപ്പെടേണ്ട. പഠിക്കാൻ വേണ്ട തുക എത്രയാണെന്ന് പറഞ്ഞാൽ ഞാനത് അക്കൗണ്ടിൽ ഇട്ടു തരാം. പെട്ടെന്നുള്ള ദേവരാജന്റെ പെരുമാറ്റം കണ്ടപ്പോൾ ശ്രീകുട്ടി ഞെട്ടിത്തരിച്ചു നിന്നുപോയി. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയണത്? അതേടി പെണ്ണേ, നിനക്ക് ആവശ്യമുള്ള എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ഒന്ന് എന്നോട് സഹകരിച്ചാൽ മാത്രം മതി. ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള വകയും ഞാൻ തരും എന്ന് പറഞ്ഞ് അയാൾ അവളുടെ 2 തോളിലും കൈവച്ചു. രംഗം പന്തിയല്ലെന്ന് തോന്നിയ ശ്രീകുട്ടി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടാൻ ശ്രമിച്ചു. അയാളുടെ ബലിഷ്ഠമായ കൈകൾ കൊണ്ട് അയാൾ ശ്രീകുട്ടിയെ ചുറ്റിപ്പിടിച്ചു. അവൾ അലറി വിളിക്കാൻ തുടങ്ങി. അയ്യോ, വിട് സാറേ, വേണ്ട. അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ. എനിക്കിവിടുത്തെ ജോലിയോ ശമ്പളമോ ഒന്നും വേണ്ട. എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. എനിക്ക് പേടിയാണ്. ഞാനൊരു പാവമാണ് സാറേ, എന്നെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് അവൾ കേണപേക്ഷിച്ചു. ക്രൂരനായ ആ ചെന്നായിക്ക് ഇതൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. അവളുടെ വസ്ത്രങ്ങളെല്ലാം അയാൾ വലിച്ചു കീറി. ശ്രീകുട്ടിയുടെ കിളുന്ത് ശരീരം മുഴുവൻ അയാൾ കടിച്ചു പറിച്ചു. എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ അവിടെ വീണുപോയി. അവൾ തളർന്നു എന്ന് മനസ്സിലാക്കിയ ദേവരാജൻ ക്രൂരമായ ചിരിയോടെ അവളേക്ക് പടർന്നു കയറാൻ ശ്രമിച്ചു. അപ്പോൾ ഗോഡൗണിൻ്റെ കതക് തട്ടുന്ന ശബ്ദം കേട്ട് പിന്നീട് ആ ശബ്ദം ഉറക്കെയായി. അവസാനം വാതിൽ തകർത്ത് ഒരാൾ അകത്തേക്ക് കയറി വന്നു. അത് മറ്റാരുമായിരുന്നില്ല, അവിടുത്തെ സെക്യൂരിറ്റി ഗോപിനാഥനായിരുന്നു. അയാൾക്ക് 75 വയസ്സുണ്ട്. എല്ലാവരും ഗോപിച്ചേട്ടൻ എന്നാണ് വിളിക്കുക. ശ്രീകുട്ടിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഗോപിച്ചേട്ടന്. ഗോപിച്ചേട്ടന് 2 ആൺമക്കളാണ്. ശ്രീകുട്ടിയെ കണ്ടപ്പോൾ മുതൽ ആ മനുഷ്യന് മനസ്സിലെന്നും വാത്സല്യമായിരുന്നു. ശ്രീകുട്ടിയെ ആ അവസ്ഥയിൽ അവിടെ കണ്ടപ്പോൾ ഗോപിച്ചേട്ടൻ തകർന്നു പോയി. അയാൾ ഓടിച്ചെന്ന് ഗോഡൗണിൽ നിന്നും ഒരു സാരിയുടെ പാക്കറ്റ് എടുത്ത് അത് നിവർത്തി അവളുടെ നഗ്നത മറച്ചു. തൻ്റെ ആഗ്രഹം നടക്കാത്ത ദേഷ്യത്തിന് ദേവരാജൻ ഗോപിച്ചേട്ടനെ കഴുത്തിനു പിടിച്ചു തള്ളുകയും അവിടെ ഇട്ട് ഒരുപാട് അടിക്കുകയും ചെയ്തു. നന്ദിയില്ലാത്ത നായേ, എൻ്റെ ചോറ് തിന്നിട്ട് നീ എനിക്കിട്ട് പണിയുന്നോ? ഒരു പണിയുമില്ല മുതലാളി, ഒരു ജോലി താ എന്ന് പറഞ്ഞ് നീ ഇവിടെ വന്ന് ജോലി വാങ്ങി. ഇനി നിനക്ക് ഇവിടെ ജോലിയില്ല, ഇറങ്ങിപ്പോടാ പട്ടി. ഇത് പറഞ്ഞ് ഗോപിച്ചേട്ടനെ ദേവരാജൻ തള്ളി. ഗോപിച്ചേട്ടൻ നിലത്തു വീണു. കിടക്കുന്ന ഗോപിച്ചേട്ടനെ ദേവരാജൻ ആഞ്ഞു ചവിട്ടി. പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് ഗോപിച്ചേട്ടൻ പറഞ്ഞു,
എൻ്റെ മക്കളേക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചെറിയ കുട്ടിയാണ് സാറേ ഇവൾ. മനുഷ്യത്വരഹിതമായി അവളോട് പെരുമാറല്ലേ. അവളെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് ഗോപിച്ചേട്ടൻ അലവാൻ തുടങ്ങി. ഗോപിച്ചേട്ടൻ്റെ അലർച്ച കേട്ട് ജോലി കഴിഞ്ഞ് പോകാൻ നിന്ന 2-3 ലേഡി സ്റ്റാഫുകൾ ഓടി വന്നു. നഗ്നയായി കിടക്കുന്ന ശ്രീകുട്ടിയെ കണ്ടവർ ഞെട്ടിപ്പോയി. ശ്രീകുട്ടിക്ക് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. തൊട്ടടുത്ത് പകുതി വസ്ത്രത്തിൽ നിൽക്കുന്ന ദേവരാജനെ കണ്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ദേവരാജൻ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. ശ്രീകുട്ടി പറഞ്ഞു അവൾക്ക് പണത്തിന് കുറച്ച് ആവശ്യമുണ്ട് എന്ന്. അതിനുവേണ്ടി അവൾ എനിക്ക് കിടന്നു തന്നതാ. ചെറിയ കുട്ടിയല്ലേ, ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ എന്ന് പറഞ്ഞ് അയാൾ ഒന്ന് വഷളമായി ചിരിച്ചു. എന്നിട്ട് ആ സ്റ്റാഫുകളെ നോക്കി പറഞ്ഞു, നിങ്ങൾക്കിവിടെ ജോലി വേണമെങ്കിൽ നിങ്ങളൊന്നും കണ്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടുമില്ല, മനസ്സിലായോ? അവൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണെന്നേ പുറത്തറിയാവൂ. ചാവുന്നതിന് മുമ്പ് അവളെ കൊണ്ട് ആശുപത്രിയിലാക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ദേവരാജൻ അവിടെ നിന്നും പോയി. ഗോപിച്ചേട്ടനും 2-3 ലേഡി സ്റ്റാഫും കൂടെ അവളെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നാക്കി. ശ്രീകുട്ടിയെ പരിശോധിച്ച ഡോക്ടർക്ക് കാര്യം പിടികിട്ടി. ഡോക്ടർ പരിശോധന കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴേക്കും മാധവനും മിനിയും വന്നിരുന്നു. ഒരു നേഴ്സ് ക്രിട്ടിക്കൽ കെയർ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് അവിടെ കൂടി നിന്നവരിൽ നോക്കി ചോദിച്ചു, ശ്രീകുട്ടിയുടെ ബന്ധുക്കൾ ആരാ? ഞങ്ങളാ സിസ്റ്ററെ, മാധവനും മിനിയും പറഞ്ഞു. നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു. ഡോക്ടർ ഷീല മാത്യു എന്നെഴുതിയ റൂമിലേക്ക് അവർ ചെന്നു. അവിടെയുള്ള കസേരകളിൽ ഇരുന്നു. ശ്രീകുട്ടിയുടെ ആരാ നിങ്ങളൊക്കെ? ഡോക്ടർ ചോദിച്ചു. മാമനും അമ്മായിയും. എൻ്റെ പെങ്ങളുടെ മകളാണ് മാഡം ശ്രീകുട്ടി, മാധവൻ പറഞ്ഞു. എന്താ മാഡം ഞങ്ങളുടെ കുഞ്ഞിന് പറ്റിയത്? ഇതൊരു ആക്സിഡൻ്റ് അല്ല മാധവൻ. പിന്നെ എന്താ ഡോക്ടറെ? മാധവൻ ചോദിച്ചു. ഇറ്റ് ഈസ് റേപ്പ്. ആ കുട്ടി ക്രൂരമായ റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു.